ചൈനയിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്നത്തേത്. നമ്മൾ ഇന്ന് പോകുന്നത് ചൈനയിലെ ബീജിങ്ങിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ മാറി ഷിലിംഗ് ഷിയാങ് ഗോർജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ്. ഇത് ഏകദേശം 70 കിലോമീറ്ററാണ് ബീജിങ്ങിൽ നിന്ന് മാറിയാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഇത് സ്റ്റോൺ ഫോറസ്റ്റ് വാലി എന്നാണ്. അതായത് മില്യൺസ് ഓഫ് വർഷങ്ങളിലൂടെ ഉണ്ടായ ഒത്തിരി പർവ്വതങ്ങളുടെ ഇടയിൽ ഒരു ഹാങ്ങിങ് സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല എങ്ങനെ ഇത്രയും വലിയൊരു മലയുടെ മണ്ടയിൽ ഗ്ലാസ് ബ്രിഡ്ജ്, അത് സസ്പെൻഷനുള്ള ഗ്ലാസ് ബ്രിഡ്ജ് അവർ പണിതെന്നുള്ളത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ഏകദേശം ഒരു 400ഓളം സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമ്മളങ്ങോട്ട് പോകാൻ പോകുന്നത്. ഞങ്ങളൊരു 10-25 പേര് താഴേന്ന് വന്നെങ്കിലും ആകെ അവിടെ കുറച്ച് പേര് മാത്രമാണ്. ഞങ്ങളുടെ ടീമിൽ നിന്ന് ആകെ എനിക്കൊന്നൊരു 4 പേര് മാക്സിമം അങ്ങോട്ട് പോയിട്ടുള്ളൂ. കാരണം അതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റുള്ളത് കൊണ്ടാണ് ഒത്തിരി ആൾക്കാർക്ക് മേലോട്ട് വരാൻ പറ്റാഞ്ഞത്. നമുക്കൊരു പാസ് കിട്ടും. ആ ഒരു പാസ് താഴെ തൊട്ട് മുകളിൽ എത്തുന്നിടം വരെ അത് നമ്മുടെ കയ്യിലാണ്. ഓരോ മൈൽ സ്റ്റോൺ കഴിയുമ്പോൾ നമുക്ക് സ്റ്റാമ്പ് ചെയ്യും. ഇപ്പം നമ്മൾ പോകുന്നത് കേബിൾ കാറാണ്. കുറച്ച് ദൂരം നമ്മൾ കേബിൾ കാറിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് കാണാൻ പറ്റും. ഇതുപോലെ കേബിൾ കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, നമ്മൾ ചാടി കയറണം. അങ്ങനെയാണ് കേബിൾ കാർ വർക്ക് ചെയ്യുന്നത്. അടിപൊളി ഒരു ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ളൊരു കേബിൾ കാറായിരുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. എങ്കിൽ പോലും കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു. ഇച്ചിരി ഹൈറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇച്ചിരി പേടി വന്നു. നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അങ്ങ് മുകളിലാണ്, കാണുന്നത് പോലെയല്ല. ഏകദേശം 400ഓളം സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഒത്തിരി അധികം ആൾക്കാർ വരുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേര് മാത്രമേ മുകളിലോട്ട് പോകുന്നുള്ളൂ. കാരണം കാലാവസ്ഥയുടെ ഇതുകൊണ്ടും പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ. എങ്കിലും നല്ല പ്രായമുള്ളവരൊക്കെ പലരും കുറച്ച് പേരൊക്കെ കയറുന്നുണ്ട്. നിന്നൊക്കെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഒരു അടിപൊളി യാത്രയായിരുന്നു. കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എല്ലാം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇച്ചിരി പേടി വരും. ഹൈറ്റ് കൂടുന്നതോറും നമ്മുടെ ക്യാമറയൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. ഈ ഹൈറ്റ് കൂടുന്തോറും ഒത്തിരി അടിപൊളിയായിട്ടുള്ള സീനറീസ് കാണാൻ പറ്റും. നമുക്ക് 2 സ്ഥലത്ത് നിന്ന് നമ്മുടെ ഈ കേബിൾ കാർ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പുള്ള ഭാഗത്തോട്ട് വരുന്നത്. ഈ സ്റ്റെപ്പ് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ നോക്കി, ആൾക്കാർ മടുത്തിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ പോലും കിട്ടത്തില്ല എത്ര സ്റ്റെപ്പ് ഉണ്ട്. നമ്മളെല്ലാം കയറിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റെപ്പുകൾ ഇങ്ങനെ കൂടി കല്ലും അതുപോലെ തന്നെ ഒത്തിരി ഇരുമ്പിൻ്റെ സ്റ്റെപ്പുകൾ എല്ലാം ഉണ്ട്. അത് നമ്മളെല്ലാം ചെറിയ സ്റ്റെപ്പുകളും വലിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗൈഡ്. അതുപോലെ ഗൈഡ് നമ്മളിവിടെ തന്നെ കയറി. കാരണം വളരെ കുറച്ച് ടൂറിസ്റ്റ് മാത്രം വരുന്നൊരു ഡെസ്റ്റിനേഷനാണ് ഇത്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് കുറച്ച് പേര് മാത്രമേ വരുള്ളായിരുന്നു. ഇപ്പം നമ്മൾ ഇതുപോലെ വ്ളോഗിങ് ചെയ്ത്, നമ്മൾ സംസാരിച്ചൊന്നുമല്ല വ്ളോഗിങ് ചെയ്തെങ്കിൽ പോലും നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളോട് എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് ഹായ് പറയുകയും നമ്മളിങ്ങനെ ഓരോരുത്തരും അടുത്തിരിക്കുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല രസമാണ്. ഒത്തിരി കണക്ഷൻസും അതുപോലെ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു ജേണി ആയിരുന്നു ഇത്. എന്താണേലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ കൂടെ പലരും കയറി വന്നെങ്കിലും അവരെല്ലാവരും പകുതി വഴിയായപ്പോഴത്തേക്ക് തിരിച്ച് താഴോട്ട് പോയി. എങ്കിലും കുറച്ച് പേര് ഞങ്ങളുണ്ടായിരുന്നു. ഞാനേതായാലും ഒറ്റയ്ക്ക് തിരിച്ച് മേലോട്ട് കയറാമെന്ന് തന്നെ വിചാരിച്ചു. കുറേ ദൂരം മേലോട്ട് എത്തുമ്പോൾ കണ്ട ആൾക്കാരെല്ലാം പേടിച്ചാണ് ഒരു സമയത്ത് കയറുന്നത്. കാരണം നമുക്ക് വീഡിയോയ്ക്കകത്ത് ഒരിക്കലും എത്രമാത്രം അത് ഭയാനകമാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. തിരിച്ചിറങ്ങുമ്പോഴും അതുപോലെ തന്നെ റിസ്ക് ഉണ്ട്, അങ്ങോട്ട് കയറുമ്പോഴും ഉണ്ട്. തിരിച്ചിറങ്ങുമ്പോൾ പിന്നെ എളുപ്പമാണ്, അങ്ങോട്ട് കയറുമ്പോഴാണ് അത്യാവശ്യം നല്ല പാടാണ്. കാരണം മുകളിലോട്ട് ഓരോ സ്റ്റെപ്പ് കയറും തോറും ഹൈറ്റ് കൂടിക്കൂടി വരും, നമുക്ക് കാറ്റ് കൂടിക്കൂടി വരും, തണുപ്പ് കൂടിക്കൂടി വരും, കൈ അങ്ങ് മരവിക്കും. എല്ലാം കൊണ്ടൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഇടയ്ക്ക് വെച്ച് ശ്വാസം കിട്ടുമെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ആ താഴോട്ട് നോക്കി കാണാൻ പറ്റും, നല്ല ആഴമാണ്. ഇനി ഇതേണ്ട ആ മുകളിലോട്ട് വരെ കയറി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട്, എല്ലാവരും ഗ്ലാസ് ബ്രിഡ്ജ് ടാർഗറ്റ് ചെയ്താണ് പോകുന്നത്. പക്ഷെ നോക്കുമ്പോൾ കുറേ സ്റ്റെപ്പ് ഉണ്ട് അങ്ങോട്ട് ഇനിയും കയറാൻ വേണ്ടി. ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് നടപ്പ് തന്നെയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഏകദേശം മുകളിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു സമയമായി. അങ്ങനെ പയ്യെ ഇരുന്നും നിന്നും വെള്ളം കുടിച്ച്, വെള്ളം പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു. നമ്മൾ പലരുടെയും നിന്നും ഇപ്പോൾ അടുത്തുള്ളവർ നമ്മുടെ ഇത് കാണുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ തരും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഫൈനൽ നമ്മുടെ ടിക്കറ്റ് സ്റ്റാമ്പിങ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ സ്റ്റാമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷൂവിലിടാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവർ തരും. ഈ കവർ വെച്ച് വേണം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ. എന്നാൽ മാത്രം സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വരാതിരിക്കുകയുള്ളൂ ഗ്ലാസ് ബ്രിഡ്ജിൽ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഭയങ്കര സേഫാണ്, എന്നാൽ ഭയങ്കര രസമാണ് കാണാൻ. ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് ഈ പ്ലേസും ഈ ഗ്ലാസ് ബ്രിഡ്ജും. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു
അടിപൊളി എക്സ്പീരിയൻസ്. ഇനിയും പോകണമെന്ന് എനിക്കുള്ള ആഗ്രഹമുള്ളൊരു സ്ഥലത്തിലൊന്നാണ് ചൈനയിലെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. നമുക്ക് ഇങ്ങോട്ട് ഫസ്റ്റ് വലത്തുകാലെടുത്ത് വെക്കുമ്പോഴേ ഒന്ന് താഴോട്ട് കാണാൻ പറ്റും. വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ഭയാനക എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത്ര അടിപൊളിയാണ്. നമുക്ക് തോന്നും ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്തെങ്കിലും പറ്റുമെന്ന്, പക്ഷെ ഒന്നും പേടിക്കാനില്ല. പല ലെയേഴ്സിലൂടെ പണിതാണ്. ഇത് എങ്ങനെ പണിതെന്നുള്ളതാണ് നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യം. അത്ര അടിപൊളിയാണ്. നിങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററിയും കാര്യങ്ങളും എങ്ങനെ പണിതു എന്നതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽസ് കിട്ടും. സ്ട്രോങ് ഗ്ലാസ് ലെയേഴ്സ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും, വീഡിയോസ് എടുക്കാൻ പറ്റും. അവിടെ ഇരിക്കുകയും കിടക്കുകയും നിൽക്കുകയും ചെയ്യുന്നവരുണ്ട്. നല്ല വെയിലാണെങ്കിലും തണുത്ത കാറ്റുള്ള സ്ഥലമാണ്, നല്ലൊരു ക്ലൈമറ്റാണ്. ഏത് സീസണിൽ വന്നാലും ഇവിടെ നല്ല തണുപ്പാണ്. ഓരോ സീസണിലും ഇവിടെ പ്രകൃതിക്ക് ഓരോ രീതിയിലുള്ള ഭംഗിയുണ്ട്. ഇപ്പോൾ സമ്മറിൽ വന്നാലോ വിൻ്ററിൽ വന്നാലോ ഓട്ടമിൽ വന്നാലോ സ്പ്രിങ്ങിൽ വന്നാലോ ഏത് സീസണിലായിക്കോട്ടെ നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. മിക്ക ചൈന വിസിറ്റേഴ്സും മിസ് ചെയ്യുന്ന ഒരു പ്ലേസാണ്, പലരും അറിയാതെ. എന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ചൈനയിലുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജ്, ഹാങ്ങിങ് സസ്പെൻഷൻ ഗ്ലാസ് ബ്രിഡ്ജ്. ചില സമയത്ത് നമുക്ക് ഇത് ആടുന്ന പോലെയൊക്കെ ചുമ്മാ അങ്ങ് തോന്നും, അങ്ങനെ ആടുന്നൊന്നുമില്ല. ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, പലരും വന്ന് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു, കാരണം ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ അല്ല. നമുക്ക് ഇരിക്കുകയും സാവധാനത്തിൽ ഒത്തിരി മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് ആ ഫുൾ ഡേയിൽ ഏകദേശം 3/4 സമയവും നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറാനും ഇറങ്ങാനും നിൽക്കാനും ഒക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവിടെ അന്യോന്യം. ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി ആയിട്ട് വരുന്നവർ നമ്മളോട് ചോദിക്കും ഫോട്ടോ എടുത്ത് തരാമോ, അപ്പോൾ തന്നെ അവരും അവരുടെ ഫോട്ടോസ് നമ്മൾ എടുത്തു കൊടുക്കും, നമ്മുടെ ഫോട്ടോസ്. അങ്ങനെ ഒരുമിച്ച് എല്ലാവരും നമ്മൾ ഇൻട്രാക്ട് ഒക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് ഒത്തിരി സന്തോഷത്തോടുള്ള സംസാരിക്കുകയും ഭയങ്കര ചിലപ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും. ഓരോരുത്തർ തമാശയൊക്കെ പറയുന്ന അവിടെ നിന്നൊക്കെ പറയും. ഭയങ്കര, കാരണം എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ വാഗമണിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പലരും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവാണ്, അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ ഹൈറ്റാണോ നമ്മൾ കയറി വന്നത് എന്ന് വിചാരിച്ചു. ഒത്തിരി ഫോട്ടോസ് എടുക്കാനുള്ള ഫോട്ടോ സ്പോട്ടുകളും എല്ലാം ഓരോ സ്ഥലത്തുണ്ട്. അവിടെ എല്ലാം നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടാണ് വന്നത്. എല്ലാം വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം. അതുകൊണ്ട് കല്ലുകൊണ്ടും ഇരുമ്പുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ പല രീതിയിലുള്ള പല വലുപ്പത്തിലും സൈസിലും ഹൈറ്റിലും ഒക്കെയുള്ള സ്റ്റെപ്സാണ് ഇവിടെ എല്ലാം. അതുകൊണ്ട് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, ഞാനും ഗൈഡും ഞങ്ങളുടെ ടൂർ മാനേജറും മാത്രമേ ഉള്ളായിരുന്നു ലാസ്റ്റ് മേളിലോട്ട്. പിന്നെ ഞങ്ങൾ കേബിൾ കാർ, എനിക്ക് തിരിച്ചിങ്ങോട്ട് ഒറ്റയ്ക്കൊരു കേബിൾ കാർ കിട്ടി. തിരിച്ചുമുള്ള ജേണി അടിപൊളിയാണ്. നമുക്ക് താഴോട്ട് ഇറങ്ങുമ്പം അത്രയും ഹൈറ്റിൽ നിന്ന് താഴോട്ട് വരുമ്പം നല്ല രീതിയിൽ നമുക്ക് അതും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സീൻ തന്നെയാണ്. കുറേ അധികം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല മൈൻഡൊക്കെ നല്ല റിലാക്സ്ഡ് ആണ്. കാരണം നമ്മൾ നിൽക്കുന്നത് ഒരു കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറയാം, ആ ഒരു അറ്റ്മോസ്ഫിയറിലൂടെയാണ് നല്ല രസം. ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പം ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചാടി ഇറങ്ങുന്നൊരു സീനാണ്. അവർ പറയും ഡോറ് തുറക്കുമ്പോൾ തന്നെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എൻ്റെ പുറകിൽ വരുന്നവർ എങ്ങനെ ഇറങ്ങുന്നതെന്ന്. അവർക്ക് ഡോറ് പയ്യെ തുറന്നു കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഓടിക്കൊണ്ടിരിക്കില്ല, അപ്പം തന്നെ നമ്മൾ ചാടി ഇറങ്ങണം. അപ്പം അതെല്ലാം സൂക്ഷിച്ച് ചെയ്താൽ അടിപൊളിയാണ്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ഒരു പാൻഡ സൂവിലോട്ടാണ്. അതായത് ഇത് പാൻഡയുടെ സൂ മാത്രമല്ല, നമ്മൾ പോകുന്ന പാണ്ടയെ കാണാനാണ്. അവിടെ കുരങ്ങനും പോളാർ ബിയറും ഒത്തിരി, ഒരു സൂ അല്ല, ഒത്തിരി ആനിമൽസും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഉദ്ദേശം പാണ്ടായ, ചൈന എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പാണ്ടായ ഓർമ്മ വരുന്നത്, പഴയ കുംഫു പാണ്ടയൊക്കെ ഓർമ്മ വരുന്നത്. അപ്പം അത് കാണാതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. ഇന്നത്തോടുകൂടെ ചൈനയുടെ ട്രിപ്പ് എല്ലാം കഴിയണം. ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്ത്, എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നമ്മൾ സ്ഥലം കവർ ചെയ്ത മിക്ക സ്ഥലങ്ങൾ, ഷോപ്പിംഗ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ജയൻ പാണ്ഡെ നമ്മൾ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര തമാശ. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ദേ പാണ്ഡെ ഉറക്കമാണെന്ന് പറഞ്ഞാൽ ഏകദേശം കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അതിനുശേഷം നമ്മൾ ഉറങ്ങിയ പാണ്ഡയെ കാണാൻ വേണ്ടി അകത്തോട്ട് കയറി. നമുക്ക് കാരണം ഇതിനെ ശല്യപ്പെടുത്താനോ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പാടില്ല. അതുകൊണ്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല സേഫ് ആക്കിയാണ് അതിനെ വെച്ചിരിക്കുന്നത്. ഈ പാണ്ഡയുടെ ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര കൗതുകം തോന്നും. കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നത്, അത് ഫുഡ് കഴിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നും. പിന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പയ്യെ കാണാം. അതുകൊണ്ട് ഭയങ്കര രസമാണ് ഈ പാണ്ട. നമുക്ക് തോന്നിപ്പോവും ഭയങ്കര സുഖമാണല്ലോ ഇതിൻ്റെ അകത്ത് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇതല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. ഇതിനെ കാണാനാണ് ആൾക്കാർ വരുന്നത്. ഇതാ കഴിക്കുന്നതും ഉറങ്ങുന്നതും കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ആൾക്കാരുണ്ട് അവർ ലൈവ് സ്ട്രീമിങ് ചെയ്യും ഇവിടെ നിന്ന്. അതായത് പാണ്ടയുടെ ലൈവ് സ്ട്രീമിങ് ചെയ്ത് ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാർ അത് അവിടെ നിന്ന് കാണും. ഫോർ എക്സാമ്പിൾ
എക്സാമ്പിൾ ഞാനിപ്പം ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അവിടെ ഒത്തിരി ആൾക്കാർ കണ്ടുണ്ട്. ഇപ്പോൾ ഒരാൾ ക്യാമറയായിട്ട് ഫോണുമായിട്ട് വന്ന് ട്രൈപ്പോഡൊക്കെ സെറ്റ് ചെയ്ത് വന്ന് നിൽക്കുകയാണ്. അവർ പാണ്ടയിലോട്ട് സൂം ചെയ്ത് അങ്ങ് വെക്കും. അപ്പോൾ പാണ്ടയുടെ ഓരോ അനക്കങ്ങൾ ഇതുപോലെ നോക്കി പല ക്യാമറകളാണ് നല്ല ഹൈറ്റിലൊക്കെ കൊണ്ട് ഒരു വെച്ചിരിക്കുന്നത്. ഇവരിത് റെക്കോർഡ് ചെയ്ത് ലൈവ് സ്ട്രീമിങ് ചെയ്യുവാണ്. അപ്പം തന്നെ അതിൻ്റെ അകത്തൂടെ പൈസ ഏൺ ചെയ്യുന്ന പരിപാടി. ഒത്തിരി രീതിയിലുള്ള ബിസിനസ്സാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അവിടെ പാണ്ട ഫാൻസ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒത്തിരി ആൾക്കാരാണ്. പാണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതിനോടൊരു ആരാധനയോടെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ പാണ്ട സ്റ്റോറുണ്ട്, പാണ്ട റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്റ്റോറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു മണി നല്ല രീതിയിൽ ഒരു ദിവസം ജനറേറ്റഡ് ആവുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു പാണ്ട സൂ. അപ്പോൾ പാണ്ടയെ കണ്ടു, അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മളെല്ലാവരും തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയാൻ. സത്യം പറഞ്ഞ ഒരു അടിപൊളി എക്സ്പീരിയൻസും ഒത്തിരി അധികം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ്. ഇനിയും ചൈനയിലോട്ട് വരാൻ നമുക്ക് ഒത്തിരി ആഗ്രഹിക്കും നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പം. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചൈനയുടെ വ്ളോഗ് കംപ്ലീറ്റ്ലി കഴിയുകയാണ്. ചൈനയുടെ വീഡിയോസ് ഒന്നും ഇനി കാണത്തില്ല. ചൈനയിൽ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ നാട്ടിലോട്ട് പോവാണ്. ഇതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഇനി ഉടനെ ജോർജിയയിലോട്ട് പോയ ട്രാവൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ തൊട്ട് ഇനി അതായിരിക്കും നമ്മൾ ഇടാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും കണ്ടതിലെല്ലാം ഒത്തിരി സന്തോഷം. അപ്പം ഇനി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.